മക്കളെ ഏവർക്കും ആൽഫയുടെ +1 ചാനലിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നൊരു കെമിസ്ട്രിയുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ 4ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ബോർ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബോർ എന്ന് പറഞ്ഞ ഒരാൾ, നീൽസ് ബോർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ആറ്റം മോഡലിൻ്റെ മെരിറ്റ്, ഡീമെരിറ്റ്, അത് കഴിഞ്ഞ് കുറച്ച് പ്രോബ്ലം, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകണം. അപ്പം ഇന്ന് നമുക്ക് ആദ്യം ബോറിൻ്റെ മോഡലിലേക്ക് വരാം. നമ്മുടെ ശ്രദ്ധിക്കേണ്ടത് ആറ്റം മോഡൽ എന്ന് പറഞ്ഞ് ജെ തോംസൺ അന്ന് ഒരു മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്. ആ മോഡൽ പറയുന്ന സമയത്ത് സയൻസ് അത്രത്തോളം ഡെവലപ്ഡ് അല്ല. ഇന്ന് നമ്മൾ അറിയുന്ന ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണ്, ന്യൂട്രോണ്, പ്രോട്ടോണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ന്യൂക്ലിയസ്, ഇതൊക്കെ കൃത്യമായി അറിയപ്പെടാതിരുന്നൊരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന മോഡലുകളായിരുന്നു അതെല്ലാം. അതിനുശേഷം ആര് വരുന്നു? റുദർഫോർഡ് വരുന്നു, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പറയുന്നു. അതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ റുദർഫോർഡിന് കാലഘട്ടത്തിന് ശേഷവും കുറച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ട്. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പ്ലാങ്ക് ക്വാണ്ടം തിയറി ഒക്കെ വന്നതിന് ശേഷം നീൽസ് ബോർ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് അതിനുശേഷം ഈ കഴിഞ്ഞ ഈ പ്രോസസ്സുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവരികയാണ്. അതിനെയാണ് ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബോർ മോഡൽ ഓഫ് ആറ്റം ആണ് നമ്മൾ ആദ്യമായി ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ബോർ മോഡൽ ഓഫ് ആറ്റം വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം. റുദർഫോർഡിൻ്റെ മോഡൽ, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന് ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അത് ഓവർകം ചെയ്യാനും അത് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നീൽസ് ബോർ ഇങ്ങനൊരു മോഡൽ പറയുന്നത്. ഓക്കെ, നീൽസ് ബോർ എന്തിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനൊരു മോഡൽ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ നീൽസ് ബോറിന് ഇതിനു മുമ്പ് നടന്ന കുറേ എക്സ്പെരിമെൻറ്റുകളുണ്ട്. ആ എക്സ്പെരിമെൻറ്റുകളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ബോർ ഇങ്ങനൊരു മോഡൽ കൊണ്ടുവരുന്നത്. ഈ ബോറിൻ്റെ മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ് അദ്ദേഹം ആറ്റത്തെക്കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം ആറ്റത്തെക്കുറിച്ച് പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, എല്ലാ ആറ്റങ്ങളുടെയും സെന്ററിൽ ഒരു ന്യൂക്ലിയസ് കാണും. വളരെ കട്ടിയുള്ള ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ ഹെവി പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് അറ്റ് ദ സെന്റർ ആൻഡ് ദ ഇലക്ട്രോൺസ് ആർ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർട്ടൻ ഫിക്സഡ് പാത്ത് കോൾഡ് ഓർബിറ്റ്. ഒരു ആറ്റത്തിന്റെ സെന്ററിൽ എന്തുണ്ടാവും? ഇവിടെ കാണുന്നുണ്ടോ? ഈ ആറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ പോസിറ്റീവും ചിലതിൽ പോസിറ്റീവ് അല്ലാതെയും കാണുന്നുണ്ട്. പോസിറ്റീവ് അല്ലാതെ കാണുന്ന ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ന്യൂട്രോൺ ആണ്. ഒരു എന്താ പറയുക, ഒരു റെഡ് പോലത്തെ ഒരു കളറിൽ കാണപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് അത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ ഇരിക്കുന്നത് ന്യൂക്ലിയസിനകത്താണ്. അതുകൊണ്ടാണ് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആ ബോറിൻ്റെ മോഡലിൽ ബോർ ആദ്യമായി പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട് എന്നാണ്. ഇനി അതിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നു എന്നാണ്. ഇലക്ട്രോണുകൾ കറങ്ങുന്നത് ഒരു ഫിക്സഡ് പാത്തിലാണ്. ആ പാത്തിനെ നമ്മൾ ഓർബിറ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഓരോ ഓർബിറ്റിനും ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റ്, അതായത് ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് കാണപ്പെടുന്ന ഓർബിറ്റിലാണ് ഈ സാറ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. കണ്ടോ, ഈ പോയിന്റർ വെച്ചിട്ട് കാണിച്ചു തരുന്നത് കണ്ടോ? ഇതാണ് ഫസ്റ്റ് ഓർബിറ്റ്. ഫസ്റ്റ് ഓർബിറ്റിലാണ് ഇത് ഈ റെഡ് കളറിലുള്ള പോയിന്റർ കണ്ടോ? ഇതാണ് ഫസ്റ്റ് ഓർബിറ്റ്. ഫസ്റ്റ് ഓർബിറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് 1 ആണ്. എത്രയാണ്? 1 ആണ്. ഓക്കെ, രണ്ടാമത്തെ ഓർബിറ്റ് കണ്ടോ? ഇവിടെ രണ്ടാമത്തെ ഓർബിറ്റ്, രണ്ടാമത്തെ ഓർബിറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഏറ്റവും, ദീസ് ഓർബിറ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എനർജി ആൻഡ് കോൾഡ് മെയിൻ എനർജി ലെവൽ. ഈ ഓരോ ഓർബിറ്റിനും ഒരു എനർജി ഉണ്ട്. അതുകൊണ്ട് ഈ ഓരോ ഓർബിറ്റിനെയും നമ്മൾ മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ ക്വാണ്ടം ഷെൽ എന്ന് പറയും. ഈ ഓരോ ഓർബിറ്റിനെയും നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ KLMN എന്ന് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ലെറ്ററുകളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന് പറയുന്ന നമ്പേഴ്സും ഉണ്ടായിരിക്കും. വളരെ എളുപ്പമുള്ള ഒരു പോയിന്റാണ് നീൽസ് ബോർ നമ്മൾ ആദ്യമായി ആറ്റത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഒന്ന്, എന്താണ് പോയിന്റ്? ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺസ് ആർ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് പാത്ത് കോൾഡ് ഓർബിറ്റ്. ഈച്ച് ഓർബിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് amount of energy, so that is called main energy level അല്ലെങ്കിൽ ക്വാണ്ടം ഷെൽ എന്ന് പറയും. ഓരോ ഓർബിറ്റിനും ഒരു
എന്താ പറയുക എനർജി ഉള്ളത് കൊണ്ട് അതിനെ മെയിൻ എനർജി ലെവൽ എന്നാണ് പറയുക. ഇതിന് 1, 2, 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ടാണ് ഓരോ ഓർബിറ്റിനെയും സൂചിപ്പിക്കുക, അല്ലെങ്കിൽ KLMN എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടായിരിക്കും നമ്മൾ സൂചിപ്പിക്കുക. ഇതാണ് ബോർ മോഡലിലെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു ഇലക്ട്രോണ് ഒരു ഓർബിറ്റ് തന്നെ കറങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കാണുകയാണ് ഒരു ഓർബിറ്റിലൂടെ തന്നെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ഓർബിറ്റിലൂടെ കറങ്ങുന്നിടത്തോളം കാലം ഇലക്ട്രോണ് എനർജി കളയുന്നുമില്ല, എനർജി അബ്സോർബും ചെയ്യുന്നില്ല. ആസ് ലോങ് ആസ് ഇലക്ട്രോൺ റിമൈൻസ് ഇൻ അവർ ഓർബിറ്റ്. ഒരു ഓർബിറ്റിൽ തന്നെ ഇലക്ട്രോൺ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് എനർജി കളയുന്നില്ല, എനർജി വാങ്ങുന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്. ഒരു ഓർബിറ്റിൽ കാണപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഓർബിറ്റുകളെ നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ് രണ്ടാമത് സാറ് പറഞ്ഞത്. ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ ഉള്ളിടത്തോളം കാലം അത് എനർജി എമിറ്റ് ചെയ്യുന്നില്ല, എനർജി അബ്സോർബ് ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? ഒരു ഓർബിറ്റിൽ തന്നെ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന്. അതുകൊണ്ട് ഈ ഒരു ഓർബിറ്റ് നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ചുറ്റും, അതായത് ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോൺ കറങ്ങുന്നത് ഓർബിറ്റുകളിലാണ്. ഈ കറക്കത്തെ നമ്മൾ മൊമെൻറ്റം എന്നാണ് പറയുക. ഓക്കെ, സ്പീഡ് എന്നല്ല പറയുന്നത്, സ്പീഡ് ഓഫ് ഇലക്ട്രോൺ എന്നല്ല പറയുക, മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ എന്നാണ് പറയുക. അപ്പോൾ നമുക്കറിയാം സ്പീഡിനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മൊമെൻറ്റം കിട്ടുക. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്തോന്ന് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോണുകൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് അല്ലേ, റിവോൾവ് ചെയ്യുകയാണ് അല്ലേ, ന്യൂക്ലിയസിൻ്റെ ചുറ്റും കറങ്ങുകയാണ്. അതുകൊണ്ട് ഈ കറക്കത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എപ്പോഴും h/2πയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും, ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കുമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോൺ കറങ്ങുന്നത് രണ്ടാമത്തെ ഓർബിറ്റിലാണെങ്കിൽ 2 × h/2π ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് h/2πയുടെ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. വളരെ എളുപ്പമുള്ള പോയിന്റ് അല്ലേ മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ഒരു ഇലക്ട്രോണ് എനർജി അബ്സോർബ് ചെയ്താൽ അത് എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്തോ അതിന് ബദലായി എന്ത് ചെയ്യും, അവൻ മുകളിലോട്ടുള്ള എനർജി ലെവലിലേക്ക് ചാടും. മുകളിലോട്ട് എനർജി ലെവലിലോട്ട് ചാടിയിട്ട് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. അതിന് എനർജി നഷ്ടപ്പെടുമ്പോൾ എത്രത്തോളം എനർജി നഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് അവൻ താഴോട്ടുള്ള ന്യൂക്ലിയസിൻ്റെ അടുത്തോട്ടുള്ള ഓർബിറ്റലുകളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും എന്ന് ആര് പറയുന്നുണ്ട്? നമ്മുടെ ബോർ പറയുന്നുണ്ട്. അപ്പോൾ energy is emitted or absorbed by an atom only when the electron moves from one orbit to another. Energy is emitted or absorbed by an atom. അപ്പോൾ എനർജി എപ്പോഴാണ് ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് ചാടുമ്പോഴാണ് ഇലക്ട്രോണ് ഒന്നുകിൽ എനർജി കളയുന്നത് അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്നത്. എനർജി കളയുകയാണെങ്കിൽ അതിന് താഴത്തെ ഓർബിറ്റിലേക്ക് ഇറങ്ങും. എനർജി കിട്ടുകയാണെങ്കിൽ, എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ അതിൻ്റെ മുകളിലോട്ടുള്ള ഓർബിറ്റിലേക്ക് മാറപ്പെടുകയും ചെയ്യും. ഓക്കെ, ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് ഈ ഒരു ഇലക്ട്രോണിന് പോകണമെങ്കിൽ ആ ഓർബിറ്റലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്രയാണോ അത്രയും എമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത്രയും അബ്സോർബ് ചെയ്യണം. ഇങ്ങനെ 4 നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള പോയിന്റുകളാണ് നീൽസ് ബോർ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പോയിന്റുകളെയാണ് നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം വരുന്ന പരീക്ഷകളിൽ ഉറപ്പിച്ച് പറയാം, ബോർ മോഡൽ ഓഫ് ആറ്റം ചോദിക്കും. അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം 4 പോയിന്റുകൾ. ഒരു ആറ്റത്തിൻ്റെ നടുക്ക് ആരുണ്ട്? ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. എൻറ്റയർ മാസ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. Electrons are revolved around the nucleus in a fixed path called orbit. Each orbit is associated with a definite amount of energy. So this is called a main energy level എന്ന് നമ്മൾ പറയും. As long as the electron is present in a particular orbit,
ഇറ്റ് ഡസ് നോട്ട് ലൂസ് എനർജി ഓർ ഗെയിൻ എനർജി. ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉള്ളിടത്തോളം കാലം അത് എനർജിയെ കളയുന്നില്ല, എനർജി വാങ്ങുന്നില്ല. അതായത് ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോണിനെ തന്നെ അവിടെ നിൽക്കുകയാണ്. ഒരു ഇലക്ട്രോൺ, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ രണ്ടാമത്തെ ഓർബിറ്റിൽ നിൽക്കുകയാണെങ്കിൽ അത് എനർജി അബ്സോർബോ അല്ലെങ്കിൽ എമിറ്റോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു ഓർബിറ്റിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ തന്നെ കുറേ നേരമായി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഓരോ ഓർബിറ്റിലെ നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇലക്ട്രോണുകൾ കറങ്ങുന്നത്, ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ ആംഗുലാർ മൊമെൻറ്റം എന്നാണ് പറയുക, MVR എന്നാണ് അതിന് പറയുക. അതെപ്പോഴും h/2π ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് രണ്ടാമത്തെ എനർജി ലെവലിൽ കറങ്ങുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് 2 × h/2π ആയിരിക്കും എന്ന് പറഞ്ഞു. നാലാമത്തെ പോയിന്റ് പറയുന്നത് ഒരു ഇലക്ട്രോൺ അതിന് മുകളിലോട്ടുള്ള എനർജി ലെവലിലോട്ട് ചാടണമെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യണം, താഴോട്ടാണെങ്കിൽ എനർജി എന്ത് ചെയ്യണം, കളയണം. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് 4 പോയിന്റുകൾ. അപ്പോൾ വളരെ വ്യക്തമായി ജെ തോംസൺ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു മോഡലാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ടോൾഡ് ബൈ ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡിന് ആറ്റത്തിന്റെ മോഡലിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ഒരു കുഴപ്പം പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിലുണ്ടായിരുന്നു. അതായത് റൂദർഫോർഡിന്റെ മോഡലിലുണ്ടായിരുന്നു. രണ്ടാമത്തത് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന് കഴിഞ്ഞില്ല എന്ന 2 ഡ്രോബാക്കുകളാണ് റൂദർഫോർഡിന്റെ മോഡലിലുണ്ടായിരുന്നത്. ഇതിനെ രണ്ടിനെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീൽസ് ബോർ ഇങ്ങനെ ഒരു മോഡൽ പറഞ്ഞത്. ഈ മോഡലിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റ്ലേറ്റുകളാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് എന്താണ് ബോറിൻ്റെ മോഡലിൻ്റെ മെരിറ്റുകൾ എന്ന് നമുക്ക് കേൾക്കാം, മേന്മകൾ എന്ന് കേൾക്കാം. ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡൽ കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കൃത്യമായിട്ട് പറയാൻ ഈ ബോറിന് കഴിഞ്ഞു. 2, ബോർ മോഡൽ കുഡ് എക്സ്പ്ലെയിൻ ദ അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്രം നമ്മൾ കണ്ടില്ലായിരുന്നോ? ലെമാൻ സീരീസ്, ബാൾമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ഹംഫ്രി സീരീസ്. ഇങ്ങനെ ഓരോ സീരീസ് ഓഫ് ലൈൻസും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് സാറ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു. ആ എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ പറയണം, അത് ബോറാണ്. ബോറിന്റെ കൃത്യമായ എക്സ്പ്ലനേഷനാണ് നമ്മൾ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനിൽ കേട്ടത്. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആണ് യഥാർത്ഥത്തിൽ നീൽസ് ബോറിന് ഇങ്ങനെ ഒരു മോഡൽ പറയാനുള്ള കൃത്യമായ ദിശാബോധം നൽകിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഓരോ ലൈനുകളും, അതായത് ലേമാൻ സീരീസ് കഴിഞ്ഞിട്ടാണ് ബാൾമർ സീരീസ് വരിക അല്ലെ. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ലേമാൻ സീരീസ് കഴിഞ്ഞിട്ടാണ് ബാൾമർ സീരീസ് വരുന്നത്. ബാൾമർ സീരീസ് കഴിഞ്ഞിട്ടാണ് എന്താ പറയുക, പാഷൻ സീരീസ്. അങ്ങനെ സൈമൾട്ടേനിയസ് അപ്പിയറൻസ് ഓഫ് ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലൈൻഡ് ബൈ ബോർ. ഓരോ സീരീസ് ഓഫ് ലൈൻസിന് മുകളിൽ അടുത്തത് ഇങ്ങനെ വരാൻ എന്താണ് കാരണം എന്നും ആർക്ക് പറയാൻ കഴിഞ്ഞു? നീൽസ് ബോറിന് പറയാൻ കഴിഞ്ഞു. അതുപോലെ ഒരു ഇലക്ട്രോണിൻ്റെ, ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ കറങ്ങുന്ന ഒരു ഇലക്ട്രോണിൻ്റെ എനർജി, ദ കേസ് ഓഫ് ഹൈഡ്രജൻ, അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോമുല അദ്ദേഹം ഡിറൈവ് ചെയ്തു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ -2π² me⁻⁴ m is the mass of mass of electron, E is the charge of electron, n എന്ന് പറഞ്ഞാൽ ഓർബിറ്റിന്റെ അല്ലെങ്കിൽ എനർജി ലെവൽ, h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് ആണ് അതിന്റെ വാല്യൂ. അതിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്, അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പറയാം നമുക്ക്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു ഓർബിറ്റിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുലയും ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ബോറിൻ്റെ മോഡലിൻ്റെ മെരിറ്റുകളാണ്. അപ്പോൾ ബോറിൻ്റെ മോഡലിൻ്റെ മെരിറ്റ് ചോദിച്ചാൽ നമ്മൾ ആദ്യം എഴുതേണ്ട പോയിന്റ്, ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കൃത്യമായി പറയാൻ ഈ ബോറിന് പറ്റി. 2, ഹൈഡ്രജൻ സ്പെക്ട്രം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ബോറാണ്. മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞത്
ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ സൈമൾട്ടേനിയസ് അപ്പിയറൻസ് ഓഫ് ലൈൻ, ഓരോ ലൈനിന് പുറകെ അടുത്ത ലൈൻ. ലേമാൻ കഴിഞ്ഞിട്ട് ബാൾമർ എന്തുകൊണ്ട് വന്നു, ബാൾമർ കഴിഞ്ഞിട്ട് അടുത്ത പാഷൻ സീരീസ് എന്തുകൊണ്ട് വന്നു എന്ന് സൈമൾട്ടേനിയസ് അപ്പിയറൻസ് ഓഫ് ഡിഫറെന്റ് ലൈൻസ് ഇൻ ഹൈഡ്രജൻ സ്പെക്ട്ര അത് വ്യക്തമായി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിന്റെ, അതായത് ഹൈഡ്രജനിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, അതിന്റെ എനർജി എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുല അദ്ദേഹം ഡിറൈവ് ചെയ്തു. -2π² ImE⁴ അല്ലെ /n²h² എന്നൊരു ഫോർമുല കൊണ്ടുവന്നു. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ഓർബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ഫോർമുലയും അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. ഇനി എന്താണ് ബോറിന്റെ മോഡലിന്റെ ഡീമെരിറ്റ് എന്ന് പറയുന്നത്? ഈ ഡീമെരിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരാളൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് അദ്ദേഹത്തിന് എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ബോറിന് മോഡൽ കൊണ്ടുവരുമ്പോഴും അതിനകത്ത് എന്തെല്ലാം പോരായ്മകളുണ്ട് എന്നതാണ് ചർച്ച. അതായത് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രം മാത്രമേ ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. ഒന്നിൽ കൂടുതൽ, ഹൈഡ്രജന്റെ പ്രത്യേകത എന്താ? ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളുടെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇയാൾ മെനക്കെട്ടില്ല. ഇതാണ് ഒരു കുഴപ്പം, ഡീമെരിറ്റ്. അപ്പോൾ ഇറ്റ് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് സ്പീഷീസ് ഹാവിങ് ഓൺലി 1 ഇലക്ട്രോൺ. ബോറ് ഒറ്റ ഇലക്ട്രോൺ ഉള്ള ഒരു സ്പെക്ട്രം മാത്രം, ഹൈഡ്രജന്റെ സ്പെക്ട്രം മാത്രമാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്ര ഓഫ് ആറ്റംസ് ഹാവിങ് മോർ ദാൻ 1 ഇലക്ട്രോൺ. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള സ്പെക്ട്രം ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതൊരു കുഴപ്പമാണ്. അതുപോലെ തന്നെ ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈഡ്രജൻ. അതുപോലെ നമുക്കറിയാം, ഈ ഹൈഡ്രജൻ സ്പെക്ട്രയിൽ ഈ ലൈൻസുകളുടെ കുറേ ലൈനുകൾ ചേർന്നല്ലേ ഈ ബാൾമർ സീരീസ്, കുറേ ഫൈൻ ലൈൻസ് എല്ലാം ചേർന്നിട്ടല്ലേ ബാൾമർ സീരീസും ലേമാൻ സീരീസും ഒക്കെ. ഇതിൻ്റെ സ്പ്ലിറ്റിങ് പറയുന്നില്ല, ഫൈൻ സ്ട്രക്ചർ പറയുന്നില്ല. ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് ദി സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈഡ്രജൻ. ഇതിനകത്ത് ബാൾമർ സീരീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ലൈൻസ് ഉണ്ട്. അതിനകത്ത് ഓരോ ലൈനും സ്പ്ലിറ്റിംഗ് ഓഫ് ലൈൻസ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനെ സീമാൻ എഫക്റ്റ് എന്നാണ് പറയുക. അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണപ്പെടുന്ന ലൈൻ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. നോക്കൂ, ശ്രദ്ധിക്കൂ. ഇപ്പം ഈ സ്പെക്ട്രൽ ലൈനിൽ ഇതിപ്പോൾ ഇതിങ്ങനെ ഇത് ബാൾമർ സീരീസ് ആണെന്നിരിക്കട്ടെ. ബാൾമർ സീരീസിനകത്ത് കുറേ ലൈൻസ് ഉണ്ട്, ലേമാൻ സീരീസിനകത്ത് കുറേ ലൈൻസ് ഉണ്ട്, ഇവിടെ പാഷൻ സീരീസിനകത്ത് കുറേ ലൈൻസ് ഉണ്ട്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ആണെങ്കിൽ ഈ ലൈന് തന്നെ എന്ത് ചെയ്യും? സ്പ്ലിറ്റഡ് ആവും. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ആണെങ്കിൽ ഇതാണ് സീമാൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത് സ്പ്ലിറ്റഡ് ആവുന്നത്, അതിൻ്റെ പിന്നിലുള്ള മെക്കാനിസം എന്താണ് എന്നൊന്നും ഈ ബോർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇത് സ്പ്ലിറ്റഡ് ആവും, അതും പറയുന്നില്ല. അതിനെ നമ്മൾ എന്താ പറയുക? സ്റ്റാർക്ക് എഫക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ സ്റ്റാർക്ക് എഫക്റ്റും സീമാൻ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോറിന് കഴിഞ്ഞില്ല. പക്ഷേ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് മോളിക്യൂൾ ഫോംഡ് ബൈ, ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന മോളിക്യൂളുകളുടെ ഷേപ്പ് പറയാനും പറ്റിയില്ല. ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന മോളിക്യൂൾസിന്റെ ഷേപ്പ് പറയാനും ബോറിന് പറ്റിയില്ല. ഇനി ബോർ അസ്യൂംഡ് ദാറ്റ്, ബോർ പറഞ്ഞത് ഒരു കൃത്യമായ ഒരു ബൗണ്ടറിയിൽ, ഒരു കൃത്യമായ ഫിക്സഡ് പാത്തിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്നാണ്. പക്ഷേ അങ്ങനെ അല്ല. പക്ഷേ അത് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനൊക്കെ എതിരാണ്. അപ്പോൾ അതുപോലെ തന്നെ വേവ് തിയറിക്കൊക്കെ എതിരാണ്. അങ്ങനെ ഒന്നില്ല. അപ്പോൾ അതും അവിടെ ഒരു പോരായ്മയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ബോറിൻ്റെ മോഡലിൻ്റെ ഡീമെരിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം. ഹൈഡ്രജൻ സ്പെക്ട്രം മാത്രമേ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുകളുള്ള, അതായത് ഹൈഡ്രജൻ അല്ലാത്ത ആറ്റങ്ങളുടെ സ്പെക്ട്രത്തെ കുറിച്ച് ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. 2, ഒരു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഒരു സീരീസ് ഓഫ് ലൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ബാൾമർ സീരീസ് എടുത്താൽ അതിനകത്ത് കുറേ ലൈൻസ് ഉണ്ട്, അതിൻ്റെ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ച് പറയുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സ്പ്ലിറ്റഡ് ആവുന്നുണ്ട്, അതാണ് സീമാൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം പറയുന്നില്ല. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴും ഈ ലൈൻസ് സ്പ്ലിറ്റഡ് ആവുന്നുണ്ട്. ഇതിനെയാണ് സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാർക്ക് എഫക്റ്റിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഇനി ആറ്റം ചേർന്നുള്ള മോളിക്യൂൾസിനെ കുറിച്ച്, എങ്ങനെ മോളിക്യൂൾ ഉണ്ടാവുന്നു അതിൻ്റെ ഷേപ്പിനെ കുറിച്ച് പറയുന്നില്ല. അതേപോലെ ബോറിന്റെ കോൺസെപ്റ്റിൽ ബോർ അസ്യൂംഡ് ദാറ്റ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്ന് ഒരു ഡെഫിനിറ്റ് ഡിസ്റ്റൻസിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. ഓക്കെ, എന്നാൽ അങ്ങനെയല്ല, ഒരു ഡെഫിനിറ്റ് മേഖലയ്ക്കകത്താണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു
കോൺസെപ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അതാണ് ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇത്രയുമാണ് ബോറിൻ്റെ മോഡല്, മെരിറ്റ്, ഡിമെരിറ്റ്. നല്ലപോലെ ക്ലാസ് കണ്ടോ, നല്ലപോലെ ഈ നോട്ടിനെ എഴുതിയെടുത്തോ, ഗംഭീരമായിട്ട് പഠിച്ചോ. അതായത് ഒരു എന്താ പറയുക, ഒരു അഡീഷണൽ ക്ലാസ്സിൻ്റെയും ആവശ്യമില്ല. വ്യക്തമായ ധാരണയോടുകൂടി നമുക്ക് പഠിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു 2 പ്രോബ്ലം കൂടെ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദിസ് ഓർബിറ്റ് എന്നതാണ് ചോദ്യം. ശ്രദ്ധിക്കണം, ചോദ്യം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. ഓക്കെ, അപ്പം എനർജി ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നേരത്തെ ഒരു ഫോർമുല കൊണ്ടുവന്നു നമ്മൾ പറഞ്ഞല്ലോ. En = -2π m e⁻⁴ ഡിവൈഡഡ് ബൈ n²h². ഇതിനകത്ത് എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഇ എന്ന് പറഞ്ഞ ചാർജ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ ഏത് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റിലാണ് കാണപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്, എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഈ വാല്യൂ എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇയുടെ വാല്യൂ, എമ്മിൻ്റെ വാല്യൂ, അതായത് h² വാല്യൂ, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാവും. എങ്ങനെയാവും? -2.18 ഇൻറ്റു പൈയുടെ വാല്യൂ അറിയാലോ 3.14. ഈ വാല്യൂ എല്ലാം ഞാനിവിടെ ടിക്ക് ചെയ്തിരിക്കുന്നതിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെയാവും. -2.18 ഇൻറ്റു 10⁻⁻18 n² എന്നാവും. ഇത് n² ആണ്. n എന്ന് പറഞ്ഞാൽ ഏത് ഓർബിറ്റിലാണോ ഇലക്ട്രോൺ ഇരിക്കുന്നത് ആ ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റിന്റെ എനർജി ലെവൽ കൊടുക്കണം. രണ്ടാമത്തെ ഓർബിറ്റ് എന്ന് പറയുന്നതുകൊണ്ട് n² 2 എന്ന് കൊടുക്കണം. അതായത് -2.18 ഇൻറ്റു 10⁻⁻18 ഡിവൈഡഡ് ബൈ 2² എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പം എന്തായിരിക്കും ഉത്തരം? നിങ്ങൾ കാൽക്കുലേറ്റർ കയ്യിലുണ്ടല്ലോ, കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇതങ്ങ് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? -0.545 ഇൻറ്റു 10⁻⁻18 ജൂൾ പെർ ആറ്റം. ഓരോ ആറ്റത്തിലും ഇത്രയും ജൂൾ ഇലക്ട്രോൺ എന്ന്. അപ്പോൾ കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് രണ്ടാമത്തെ ഓർബിറ്റിൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം പഠിച്ചില്ലായിരുന്നോ? അവിടെ രണ്ടാമത്തെ ഓർബിറ്റിൽ കാണപ്പെടുന്ന ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞു. എനർജി കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ് എന്ന് പഠിച്ചു. അത് സോൾവ് ചെയ്ത് കൃത്യമായിട്ട് സോൾവ് ചെയ്ത് നമുക്ക് ഓരോന്നിനും വാല്യൂ ഉണ്ട്. മാസ് ഓഫ് ഇലക്ട്രോണിന് വാല്യൂ ഉണ്ട്, ചാർജ് ഓഫ് ഇലക്ട്രോണിന് വാല്യൂ ഉണ്ട്, എച്ചിന് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന് വാല്യൂ ഉണ്ട്. n എന്ന് പറയുന്നത് മാത്രം ക്വസ്റ്റ്യനിൽ നോക്കി എഴുതിയെടുക്കണം. നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിയാം. ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എനർജി ഓഫ് ഇലക്ട്രോൺ കിട്ടും. ഇനി ന്യൂക്ലിയസിൽ നിന്നും ഈ ഇലക്ട്രോൺ കാണപ്പെടുന്ന ഓർബിറ്റ് വരെയുള്ള റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? Rn = റേഡിയസ് ഓഫ് ഓർബിറ്റ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല നേരത്തെ നമ്മൾ മെരിറ്റ് ഓഫ് ബോർ മോഡൽ പറഞ്ഞായിരുന്നു. n² ഇൻറ്റു 0.0529 ആങ്സ്ട്രം എന്ന് പറഞ്ഞു. ഇനി ഈ n എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓർബിറ്റ് അല്ലേ? അപ്പോൾ 2ന്റെ സ്ക്വയർ ഇൻറ്റു 0.0529 ആങ്സ്ട്രം എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് ചോദിച്ചാൽ 0. എത്രയെന്നാ കിട്ടുക? 2116 ആങ്സ്ട്രം എന്നാണ് കിട്ടുക. ഇതാണ് അതിൻ്റെ ഓർബിറ്റ് റേഡിയസ്. അതായത് ഈ ഇലക്ട്രോൺ കാണപ്പെടുന്ന ഓർബിറ്റിൻ്റെ റേഡിയസ്, അതായത് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ എക്സാമിനേഷന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ചാപ്റ്റർ തീരുമ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കും. അതൊരു ലെങ്തി ക്ലാസ് ആയിരിക്കും. ഓരോ മേഖലയിൽ നിന്നും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ എടുക്കും. അങ്ങനെ കംപ്ലീറ്റ് സൊല്യൂഷനാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നീറ്റിൻ്റെ പരീക്ഷ, കീമിൻ്റെ എക്സാം, കെമിസ്ട്രി റിലേറ്റഡ് ആയി ഈ ചാപ്റ്ററിൽ നിന്ന് എവിടെയെല്ലാം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ക്ലാസ്സിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നെ അറിയിക്കണം എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അതെനിക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.